ലോകത്തിൽ നിരവധിയായ സന്ദേശങ്ങൾ നാം ദിനേന കേൾക്കുന്നു. പക്ഷെ മറ്റെല്ലാ പ്രസംഗത്തിൽ നിന്നും പ്രചരണത്തിൽ നിന്നും തുലവും വ്യത്യസ്തമായതൊന്നാണ് സുവിശേഷം. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. സുവിശേഷമാണ്, നല്ല വാർത്തയാണ്. മനുഷ്യൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. ഇത് ഭൂതലത്തിലൊക്കെയും പോയി സകല മനുഷ്യരോടും പ്രസംഗിക്കാനുള്ള ആ വലിയ നിയോഗം ക്രിസ്തു ഞങ്ങളിൽ ചെലുത്തിയിരിക്കിയാൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരായിട്ടാണ് ഞങ്ങളിവിടെ ചില നിമിഷങ്ങൾ നിലകൊള്ളുന്നത്. ഭാഗ്യവന്മാരെ മനുഷ്യൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവന്മാരായി പലപ്പോഴും പരിഗണിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇത്തിപ്പോരം സ്വത്ത് സമ്പാദിച്ചവരെയാണ്. നല്ല പ്രായത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം ചെയ്തയക്കാനും നല്ലൊരു ബാങ്ക് ബാലൻസ് സ്വരുക്കൂട്ടാനും ഒക്കെ സാധിച്ചവരൊക്കെ ഭാഗ്യവന്മാർ എന്ന് പൊതുവെ പരിഗണിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിളിൽ ഭാഗ്യവാൻ എന്ന് എടുത്തു പറയുന്ന 3 പ്രധാന ചിന്തകൾ സംക്ഷിപ്തമായി നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? ബൈബിൾ പ്രകാരമുള്ള ഒന്നാമത്തെ ഭാഗ്യവാൻ പാപക്ഷമ പ്രാപിച്ചവനാണ്. 32-ാം സങ്കീർത്തനം 1-ാമത് വചനം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. പാപങ്ങളിൽ നിന്നൊരു പൊറുമ കിട്ടുക, ചെയ്തു പോയ അപരാധങ്ങൾ പുറത്തു കിട്ടുക ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ആഗ്രഹമാണ്. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരാരും ഉലകത്തിലില്ല. പക്ഷേ ചെയ്തു പോയ തെറ്റിൽ അഹങ്കരിക്കാതെ അനുദപിച്ച് അതിൽ നിന്നൊരു മോചനം പ്രാപിച്ചിരുന്നെങ്കിൽ കുറ്റബോധമുള്ള മനസ്സിൽ മനുഷ്യന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് പാപക്ഷമയുടെ സാധ്യത, അതിൻ്റെ നിസ്തുലത. പാപക്ഷമ തരുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്നാണ് യേശുവിൻ്റെ ജന്മവേളയിൽ യോസഫിനോടും മറിയോടും മാലാഖ പറഞ്ഞത്. മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങളെ മോചിപ്പാൻ ക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് കൽപ്പിച്ച ക്രിസ്തു കഠോരമായ 4 പാപികളുടെ പാപം ക്ഷമിച്ചുകൊണ്ട് തനിക്ക് പാപമോചനം നൽകാൻ പ്രാപ്തിയുണ്ട് എന്ന് ക്രിസ്തു ഭൂതലത്തിൽ വെച്ച് തന്നെ തെളിയിക്കുകയുണ്ടായി. പക്ഷവാതക്കാരനായി 38 വർഷം ബെഥസ്ത കുളക്കരയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനും അതുപോലെ തന്നെ കിടപ്പ് രോഗിയായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചുമന്നുകൊണ്ട് വന്ന മറ്റൊരു പക്ഷവാത രോഗിക്കും പട്ടണത്തിലെ പാപിനിയായ സ്ത്രീക്കും പരീശന്റെ വീട്ടിൽ വെച്ച് യേശുവിൻ്റെ കാൽക്കൽ തൈലമൊഴിച്ച് ആ പാപിനിയായ സ്ത്രീക്കും യേശു പാപക്ഷമ നൽകി. അവരോട് യേശു പറഞ്ഞത്, നിങ്ങളുടെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതേ സ്നേഹിതരെ, നിങ്ങളുടെ നിരവധിയായ പാപങ്ങളെ ക്ഷമിച്ചു തരാൻ യേശു ക്രിസ്തുവിന് സാധിക്കുന്നതാണ്. വില്യം ഷേക്സ്പിയർ എഴുതിയ മാക്ബത്ത് എന്ന ആ നോവൽ വളരെ പ്രസിദ്ധമാണ്. മാക്ബത്ത് എന്ന് പറയുന്ന ആ സൈന്യാധിപന്റെ രാജാവിന്റെ പേരായിരുന്നു ഡങ്കൻ എന്ന വ്യക്തി. ഡങ്കൻ ചക്രവർത്തിയെ ഒരിക്കൽ മാക്ബത്ത് എന്ന മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ഒരു സദ്യക്കായി ക്ഷണിച്ചു. ആഹാരം ഭക്ഷിച്ചിട്ട് ഡങ്കൻ ചക്രവർത്തി തൻ്റെ കട്ടിലിൽ അവിടെ വിശ്രമിക്കുമ്പോൾ മാക്ബത്തിന്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ആ മനുഷ്യൻ ആ പള്ളിയറയിലേക്ക് പോയി ഡങ്കൻ ചക്രവർത്തിയെ മെത്തയിലിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് അടുത്ത ദിവസം സൈന്യാധിപനായിരുന്ന മാക്ബത്ത് അവിടുത്തെ ഭരണാധിപനായി അവരോധിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി ആളുകളുടെ അകമ്പടിയോടുകൂടെ, കരഘോഷത്തോടുകൂടെ, ചെണ്ടമേള താളങ്ങളോടുകൂടെ അദ്ദേഹം ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. നിരവധി ആളുകൾ തന്റെ പിന്നാലെ ഗമിക്കുന്നുണ്ട്. രാജാവേ ജയ ജയ എന്നവർ ആർക്കുന്നുണ്ട്. പക്ഷേ ആ ഓട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ആ മാക്ബത്ത് എന്ന മനുഷ്യൻ ഇറങ്ങി ഓടുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ കിതച്ചുകൊണ്ട് ഓടുകയാണ്.
എന്നിട്ട് താൻ കൈ ഉയർത്തി പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ ചോര, എൻ്റെ കയ്യിൽ ചോര എന്ന്. ചോര ചൊരിയുന്ന ആ കൈകൾ തൻ്റെ മനസ്സിനെ അലട്ടുന്ന, കഴിഞ്ഞ ദിവസം താൻ ചെയ്തു പോയ തൻ്റെ രാജ്യത്തെ ചക്രവർത്തിയെ വെട്ടിക്കൊന്നതിൻ്റെ കുറ്റബോധം തന്നെ അലട്ടുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ കുറ്റബോധം പേറിക്കൊണ്ട് മനസ്സിന് ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ ഉഴലുന്ന നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഈ ഇങ്ങനെയുള്ള മനുഷ്യരുടെ പാപം ക്ഷമിച്ചു തരാൻ കഴിവുള്ള ഒരുവൻ, എനിക്ക് പാപക്ഷമ നൽകാൻ പ്രാപ്തിയുണ്ട് എന്ന് ഭൂതലത്തിൽ വെച്ച് 4 പ്രാവശ്യം തെളിയിച്ചവനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ഞങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ ഗതികൾക്കനുസരിച്ച് ക്രിസ്തുവില്ലാത്തവരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം കൃപയാൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും പാപത്തിൻ്റെ കറകളെ മുഴുവൻ കഴുകി മാറ്റി ഒരു പുത്ര സൃഷ്ടികളാക്കി ദൈവം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ്, ആ അനുഭവങ്ങളുടെ പിൻബലത്തോടുകൂടെയാണ് ഞങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെയും പാപങ്ങളെ ക്ഷമിച്ചു തരാൻ യാതൊരു ചെയ്തികൾക്കും സാധിക്കാതിരിക്കുമ്പോൾ, മതത്തിൻ്റെ ആചാരങ്ങൾക്കത് ചെയ്തെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഏത് പാപവും ക്ഷമിക്കുന്ന, ഏത് പാപിയെയും സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരാൻ സാധിക്കുന്നതാണ്. ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന രണ്ടാമത്തെ കൂട്ടം ആളുകൾ ക്രിസ്തുവിൽ പ്രത്യാശയോടുകൂടെ മരിക്കുന്നവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളത് വളരെ സൗഭാഗ്യകരമായ ഒരു അനുഭവമാണ്, സന്തോഷദായകമായ ഒരു അനുഭവമാണ്, സമാധാനം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി മരിക്കുന്നത് ആ ക്രിസ്തുവിലുള്ള സമാധാനത്തോടു കൂടെയാണ്. അവൻ മരിക്കുമ്പോൾ കണ്ണിന് മുമ്പിൽ കാണുന്നത് അവൻ്റെ പ്രാണനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ വരുന്ന ഭീകര സത്വത്തെ അല്ല. തിരുവെഴുത്തുകളുടെ പിൻബലത്തോടെ പറഞ്ഞാൽ, കയറിക്കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാതിരുന്ന ഒരു സാധുവായ മനുഷ്യൻ, അദ്ദേഹം മരിച്ചപ്പോൾ ദൂതന്മാർ അദ്ദേഹത്തെ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറുദീസയിലേക്ക് കൊണ്ടുപോയി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അത് പറുദീസ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുവാൻ നമുക്ക് സാധിക്കണം. മരിക്കാൻ ആർക്കും കൊതിയില്ല. മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മറുമരുന്നുണ്ടോ എന്ന് ആളുകൾ അന്വേഷിക്കുകയാണ്. പക്ഷേ ജനനം കൊണ്ട് ആരംഭിച്ച ജീവിതം മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം കൂടെ നാം അവിടെ അടിവരയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ നാം അവിടെ പ്രത്യേകമായി അറിയേണ്ടതുണ്ട്. മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുകയല്ല. ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട്. എയർപോർട്ടിൽ നിന്ന് ആളുകളെ നമ്മൾ കയറ്റിവിടുന്നു. കരഞ്ഞുകൊണ്ടാണ് അവരെ ഇവിടുന്ന് കയറ്റിവിടുന്നതെങ്കിലും അവർ ലോകത്തിലെ വേറൊരു രാജ്യത്ത്, വേറെ ഭൂഖണ്ഡത്തിലുള്ള ഒരു എയർപോർട്ടിൽ അവർ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് അവർ ആബ്സെന്റ് ആകുന്നെങ്കിലും മറ്റൊരിടത്ത് അവർ പ്രസന്റ് ആവുകയാണ്. മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്തിലെ വാസം കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇനി അപ്പുറം നമുക്കൊരു നിത്യമായ വാസമുണ്ട്. ഈ ജഡത്തിലല്ല, ഒരു ആത്മതലത്തിൽ ലോകത്തിൽ നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ഇവിടെ വെച്ചാണ്. നിങ്ങളൊക്കെ നോക്കൂ, ഇന്ന് രാവിലെ ഈ കടകമ്പോളത്തിൽ സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരുങ്ങിയല്ലേ ഇവിടേക്ക് വന്നത്? ഇന്നേ ദിവസം ഈ കവല മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങളൊക്കെ തയ്യാറെടുത്താണ് ഇവിടേക്ക് വന്നത്. അമ്മൻ ഒരു ചെറിയ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങി ഇവിടെ വന്ന് മണിക്കൂറുകൾ നിൽക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ, ഇതിനൊരു ഒരുക്കം ആവശ്യമുണ്ടെങ്കിൽ നിത്യയുഗം, കാലാകാലങ്ങൾ തീരാത്ത ആ നിത്യയുഗം ദൈവത്തോടുകൂടെ വസിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ഒരുക്കം ആവശ്യമുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് നിമിഷവും നമ്മളെ പിടിപെടുന്ന ഒരു കാര്യമാണ്. അതേക്കുറിച്ചുള്ള ഒരു ചെറിയ പാട്ട് എൻ്റെ ഭാര്യ ലൂസി പാടും. അതിനുശേഷം ഈ പ്രഭാഷണം തുടരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മരിക്കും ഒരു നാൾ ഹേ മനുഷ്യ,
നിന്റെ മാനസവ്യാമോഹം മിഥ്യാ. മരിക്കും ഒരു നാൾ ഹേ മനുഷ്യ, നിന്റെ മാനസവ്യാമോഹം മിഥ്യാ. ആഗോളം മുഴുവൻ നീ സൂക്ഷിച്ചു വെച്ചാലും, ആഗോളം മുഴുവൻ നീ സൂക്ഷിച്ചു വെച്ചാലും, 6 അടി മണ്ണേ നിൻ മൂലധനം, 6 അടി മണ്ണേ നിൻ മൂലധനം. മരിക്കും ഒരു നാൾ ഹേ മനുഷ്യ, നിന്റെ മാനസവ്യാമോഹം മിഥ്യാ. സ്വപ്നങ്ങൾ കണ്ടു നീ മതിമറന്നിവിടെ, സ്വപ്നലോകം പോലും മറന്നുപോയി. കണ്ടു നീ മതിമറന്നിവിടെ, സ്വർഗലോകം പോലും മറന്നുപോയി. ശാശ്വതമാകില്ല യാതൊന്നും ഈ ലോകെ, ശരണമല്ലാദീശ പാദപീഠം. വെറുക്കും നിന്നെ സ്നേഹബന്ധങ്ങൾ, ചുംബനങ്ങൾ, ചുടലവരെ. വെറുക്കും നിന്നെ സ്നേഹബന്ധങ്ങൾ, ചുംബനങ്ങൾ, ചുടലവരെ. മരിക്കും ഒരു നാൾ ഹേ മനുഷ്യ, നിന്റെ മാനസവ്യാമോഹം മിഥ്യാ. കാലങ്ങൾക്കപ്പുറം അല്ല മരണം, നിൻ കാൽ ചുവട്ടിൽ പോലും മറഞ്ഞിരിപ്പൂ. കാലങ്ങൾക്കപ്പുറം അല്ല മരണം, നിൻ കാൽ ചുവട്ടിൽ പോലും മറഞ്ഞിരിപ്പൂ. കാണുക എല്ലാരും കാലന്റെ പേക്കോലം, കരുത്തരായി ഭൂവിൽ വസിച്ചിടുമ്പോൾ. കരുണാമയനാം ദൈവമല്ലേ നിന്നെ കാത്തിടുന്നു നിന്റെ വീഥികളിൽ. കരുണാമയനാം ദൈവമല്ലേ നിന്നെ കാത്തിടുന്നു നിന്റെ വീഥികളിൽ. മരിക്കും ഒരു നാൾ ഹേ മനുഷ്യ, നിന്റെ മാനസവ്യാമോഹം മിഥ്യാ. മരിക്കാതിരിക്കാൻ മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും അവൻ ഒരു ദിവസം മരിക്കും. 10,000 നില കെട്ടിപ്പൊക്കിയാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. മരണത്തിൻ്റെ തണുത്ത കരങ്ങളാൽ ഏതൊരു മനുഷ്യനും ഇവിടെ നിന്നും മാറ്റപ്പെടേണ്ടി വരും. നമ്മളെക്കാളധികം സമ്പത്തും സ്വാധീനതകളും ഉണ്ടായിരുന്നു, ഒത്തിരി ആളുകൾ ഉലകത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ ഇന്ന് വാങ്ങാൻ കിട്ടും. മുട്ട് മാറ്റി വെക്കുന്നില്ലേ, ഹൃദയം മാറ്റി വെക്കുന്നില്ലേ, വൃക്ക മാറ്റി വെക്കുന്നില്ലേ? സഹോദരങ്ങളെ, ഇങ്ങനെ തേഞ്ഞുപോയ ഓഞ്ഞുപോയ ശരീരത്തിൻ്റെ അവയവങ്ങൾ മാറ്റി മാറ്റി വച്ച് മനുഷ്യനെ ഒരു 200 വർഷം വരെ ജീവിപ്പിച്ചിരുത്താൻ ഇവിടുത്തെ ശാസ്ത്രത്തിന് സാധിക്കുകയില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുക. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ, ഏത് ആഹാരം കഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ, ഏത് വീട്ടിൽ പാർക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ. പക്ഷേ തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യവിനാഴിക എപ്പോഴായിരിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല. പലതും നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയും, പണം പിടിച്ചു വെക്കാൻ കഴിയും, പലതും പിടിച്ചു വെക്കാൻ കഴിയും. പക്ഷേ മരണത്തിന് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ്. മരണത്തിനൊരു പ്രത്യേക പ്രായമെന്നില്ല. ജനിച്ചു വീഴുമ്പോൾ തന്നെ മനുഷ്യൻ മരിക്കാൻ പാകമായിരിക്കുകയാണ്. പക്ഷേ മരണത്തിന് ശേഷമുള്ള ആ നിത്യമായ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ കഴിയണമെങ്കിൽ ജീവിതകാലത്ത് തന്നെ ക്രിസ്തുവിനെ നാം ഏറ്റെടുത്തവരായിരിക്കണം. ക്രൂശിൽ വെച്ച് അനുദപിച്ച ആ സഹോദരനോട് ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഭക്തന്മാരുടെ പ്രത്യാശ എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഭാഗ്യവാൻ ആരാണ്? 1
പാപക്ഷമ പ്രാപിച്ചവനാണ് ഭാഗ്യവാൻ. 2, ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ. 3, പുനരുത്ഥാനം പ്രാപിക്കാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം, 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനും ഭാഗ്യവാനുമാകുന്നു. 2-ാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ലല്ലോ. 2-ാം മരണമാകുന്ന ആ തീപ്പൊയ്കയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ ജീവിതകാലത്ത് സ്വീകരിക്കണം. ഈ ലോകത്തിന് ഏറെ താമസിയാതെ തിരശ്ശീല വീഴും. ഇതെന്നുമെന്നും ഇങ്ങനെ നിലനിൽക്കുകയില്ല. ഈ ഭൂമിയും അതിലെ ഭൂതലത്തിലെ നിവാസികളും ഒരു ദിവസം തീ കൊണ്ട് കരിഞ്ഞു വെന്തുമാറുന്നു. എന്നാൽ കരിയാത്ത ഒരു ശരീരം നമുക്ക് കിട്ടും, വെന്തുപോവാത്ത ഒരു ദേഹം നമുക്ക് കിട്ടും. അത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പുതുപുത്തൻ ശരീരമാണ്. ആ പുനരുത്ഥാനമാണ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു പുനരുത്ഥാനം സംഭവിക്കും. അത് യേശു ക്രിസ്തുവിൻ്റെ ഇനിയുള്ള മടങ്ങിവരവിലാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി എങ്കിലും അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് മാലാഖമാർ അറിയിച്ചു. ലോകത്തിലെ സംഭവവികാസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ നാന്ദികളാണ്, അതിൻ്റെ സൂചനകളാണ്, അതിൻ്റെ നിഷേധിക്കാനാവാത്ത തെളിവുകളാണ്. സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാഹളം ഇന്ന് ധ്വനിച്ചാൽ, നിങ്ങളുടെ ജീവൻ ഇന്ന് മാറ്റപ്പെട്ടാൽ, നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ അവൻ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ക്രിസ്തു അതേക്കുറിച്ച് പറഞ്ഞ് പ്രസിദ്ധമായൊരു ഉപമ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കട്ടെ. ഒരു മനുഷ്യന് ആ വർഷം അവൻ്റെ കാർഷിക വിളവ് നന്നായി ലഭിച്ചു. അവൻ ആ വിളവുകളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് തന്നോട് തന്നെ പറഞ്ഞു, നോക്കൂ, ഏറികാലം സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള ധാന്യശേഖരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ആ അന്നാരമെല്ലാം ആ മണികളെല്ലാം ആ ധാന്യങ്ങളെല്ലാം ഭണ്ഡാരശാലയിൽ അവൻ സൂക്ഷിച്ചു. എന്നിട്ട് ഏറികാലം എനിക്ക് നല്ലതുപോലെ ഭക്ഷിക്കാനും പാനം ചെയ്യാനുമുള്ള വസ്തുവകളുണ്ട് എന്നവൻ അഹങ്കരിക്കുകയാണ്. എന്നാൽ ആ മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകാതെ തങ്ങൾക്ക് തന്നെ സമ്പാദിക്കുന്ന മനുഷ്യരുടെയൊക്കെയും ഗതി ഇങ്ങനെയായിരിക്കും. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? സകല ലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവ് നിങ്ങൾക്കുണ്ട്. അതിൻ്റെ നിത്യത ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ കഴിയണമെങ്കിൽ, ആ സമാധാനപൂർണമായ സന്തോഷപരിപൂർണതയുള്ള ആ ദൈവിക പ്രമോദങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന സ്വർഗസ്ഥലങ്ങളിലായിരിക്കാൻ കഴിയണമെങ്കിൽ ജീവിതകാലത്ത് തന്നെ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും. നിങ്ങളുടെ ഉള്ളം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. ഇവിടെ പ്രസംഗിച്ച വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളിവിടെ വിതരണം ചെയ്ത ഞങ്ങളുടെ ലഘുലേഖയിൽ ഞങ്ങളുടെ അഡ്രസ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രാർത്ഥിച്ച് ഈ സന്ദേശം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ മനഃശാന്തി ഇല്ലാത്തവരായിരിക്കാം, പലതിനെ ഓർത്ത് ഭാരപ്പെട്ടും മനം കലങ്ങിയും ആയിരിക്കാം. എങ്കിലും നിങ്ങളുടെ കലങ്ങിയ ഹൃദയങ്ങൾക്ക് സമാധാനം തരാൻ, സ്വസ്ഥതയില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ധാരാളമായി നൽകി തരാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ യേശുവരുടെ നടുവിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് 3 പ്രാവശ്യം യേശു പറയുകയുണ്ടായി. നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം തരാൻ, ശാശ്വതമായ നിത്യജീവൻ തരാൻ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്ത് സ്വർഗരാജ്യത്തിന് നിങ്ങളെ അർഹരാക്കി മാറ്റുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ആ വേദസൂക്തം ഒരിക്കലൂടെ ഉരുവിടട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.